ഗൈസ് ആ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നന്നായിട്ട് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്ലൂട്ടോതയോൺ ഡ്രിങ്ക് ഉണ്ടല്ലോ, ഞാനത് കുടിക്കാൻ തുടങ്ങി 2 ആഴ്ച കൊണ്ട് സ്കിൻ അടിപൊളിയായിട്ട് വൈറ്റനിങ് ആയിട്ടോ. ഹേ ഫാം, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ അടിപൊളിയായിരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, സ്കിൻ വൈറ്റനിങ് ചെയ്യാനായിട്ട് ഗ്ലൂട്ടോതയോണും സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അഫ്കോഴ്സ് എന്തായാലും സ്കിൻ വൈറ്റ് കളറാവും, വെളുത്തിട്ട് പാറും. പക്ഷേ അതൊക്കെ നമുക്ക് അങ്ങോട്ട് മറന്നേക്കാം. ഈ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീംസും ഗ്ലൂട്ടോതയോണും അതിന് യൂസ് ചെയ്യുന്ന ഇഞ്ചെക്ഷൻസും ടാബ്ലറ്റ്സും സ്കിൻ വൈറ്റനിങ്ങിൽ കുറേ ബ്രാൻഡ്സ് ഉണ്ട്, കുറേ എല്ലാവരും പറഞ്ഞു തരുന്ന കുറേ ബ്രാൻഡുകളൊക്കെ ഉണ്ട്. നമുക്കതൊന്നും വേണ്ട, അതൊക്കെ സൈഡിലോട്ട് മാറ്റി നിർത്താം. എന്നിട്ട് സേഫായിട്ട് എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ട്രാൻസ്ഫോം ചെയ്യുക, നമ്മുടെ സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് നമുക്കതൊന്ന് മാറ്റിയെടുക്കുക എന്ന് നോക്കാം. ചിലപ്പോൾ ചിലവർക്ക് സ്കിന്നിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാവണത് എന്ന് പറയാൻ ടാൻ ആയിരിക്കും, ചിലർക്ക് പിമ്പിൾസ് ആയിരിക്കും, ചില ആൾക്കാർക്ക് റിങ്കിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏജിൻ്റെ പ്രശ്നം ഉണ്ടാവും, ഏജ് ആവണത് കൊണ്ട് റിങ്കിൾസ് വരാനും, പിന്നെ ഓരോരോ ഷെയ്ഡ്സ് മാറാൻ തുടങ്ങും. ഫേസിലത്തെ ഇവിടെ ഒരു ഷെയ്ഡായിരിക്കും. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ നമ്മളുടെ ഫേസിലുണ്ടാവും. ചിലവർക്ക് ഭയങ്കര ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവും, ചിലവർക്ക് ഭയങ്കര ഇങ്ങനെ ജോ ലൈൻസ് ഒന്നും കറക്റ്റായിട്ടുണ്ടാവില്ല. അങ്ങനെ കുറേ പ്രോബ്ലംസാണ് നമ്മുടെ സ്കിന്നിന് ഉള്ളത്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്താൽ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു 6 വഴികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത്. അതെന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. കാരണം എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു 6 വഴികളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. കാരണം ഞാൻ എൻ്റെ പഴയ ഫോട്ടോസ് ഇവിടെ കൊടുക്കാം കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ പഴയ ഫോട്ടോസ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ അധികം സ്കിൻ കെയർ ഒന്നും ചെയ്യില്ല, ഒന്നും ക്രീംസ് ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യാത്ത ഒരാളായിരുന്നു. ഫേസ് പാക്കും കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് എൻ്റെ സ്കിന്നിതാ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഭയങ്കര എന്താ പറയുക, കുറച്ച് ഡാർക്കൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്കിന്നിനെ മാറ്റിയെടുത്തത്, അപ്പോൾ ഒരു ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഫേസ് പാക്സ് ആണ് കേട്ടോ. ഫേസ് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചേരുന്ന ഫേസ് പാക്കുകൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഒരുപാട് ഫേസ് പാക്കുകൾ ട്രൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഫേസ് പാക്കാണ് നമുക്ക് ചേരുന്നത് എന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് ചേർന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കടലമാവ് അടിപൊളിയാണ്. കടലമാവ് ഞാൻ ചെറുപ്പം മുതൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അടിപൊളിയാണ്. പിന്നെ അത് ഞാൻ കുറേ സ്കിപ്പ് ചെയ്തു. ഈ കോളേജ് പോകുന്ന ടൈമിലായിരുന്നു എൻ്റെ ഒരു ഫേസിൻ്റെ അവസ്ഥ, ടാനൊക്കെ അടിച്ച് ഭയങ്കര അവസ്ഥയായത്. അതൊന്നും ഞാൻ അപ്പോൾ യൂസ് ചെയ്യില്ല. നമുക്കപ്പോൾ എക്സാം പഠിക്കണം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, കടലമാവ് യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. എനിക്ക് സ്കിൻ ട്രാൻസ്ഫോം ആവണം എന്നുള്ളൊരു വാശി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വാശിപ്പുറത്ത് ഞാൻ കടലമാവ് യൂസ് ചെയ്യാൻ തുടങ്ങി, ചെറുപയർ പൊടി യൂസ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ നല്ല ചേഞ്ചസ് വരുത്തും കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കോഫി പൗഡർ ഒന്നും പറയാനില്ല. ഞാൻ അതൊരു കോഫി പൗഡറിൻ്റെ ഫേസ് പാക്ക് എന്ന് പറയുന്നത് ആഴ്ചയിൽ 1 പ്രാവശ്യം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ രക്തചന്ദന പൊടി. ആ രക്തചന്ദന പൊടിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആയുർവേദ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് പൗഡർ ടൈപ്പ് ഉണ്ട്, പിന്നെ ഒന്ന് മരത്തിൻ്റെ കഷ്ണമായിട്ട് കിട്ടും. അതും അടിപൊളിയാണ്. അത് നമ്മുടെ ഫേസ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫേസ് പാക്ക് എന്ന് പറയുന്നത് കുറേ ഫേസ് പാക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫേസിന് ഏതാണോ റിസൾട്ട് തരുന്നതെന്ന് വെച്ചാൽ അതിൽ തന്നെ സ്റ്റെക്ക് ആവണ്ട കേട്ടോ. ഒന്ന് റിസൾട്ട് തരുന്നതെന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ സ്റ്റെക്ക് ആവണ്ട, ഒന്ന് മാറി ട്രൈ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ, വേറെ ഫേസ് പാക്ക് ഈ റിസൾട്ട് തരുന്നതിനെയും കാട്ടി നിങ്ങളുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാനും സ്കിന്നൊന്ന് ഗ്ലോ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ല ടാൻ ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ടർമറിക് പൗഡർ യൂസ് ചെയ്യാൻ നോക്കുക. നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, കസ്തൂരി മഞ്ഞളുണ്ട്, സാധാ മഞ്ഞളുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്ന് വീട്ടിൽ തന്നെ ട്രാൻസ്ഫോം ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്കുകൾ കൊണ്ടുള്ള ഉപകാരങ്ങൾ. നമ്മുടെ സ്കിന്നിത്തെ ഏകദേശമുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് പാക്ക് യൂസ് ചെയ്തു എന്ന് വെച്ചാൽ മാറും കേട്ടോ.
ടാനൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ മാറും. അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് ഉണ്ട് എന്ന് വെച്ചാൽ മാറും. പിന്നെ റിങ്കിൾസ് വരികയാണെന്ന് വെച്ചാൽ അതിനെയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറ്റി തരാനും പിന്നെ അൺഈവൻ സ്കിൻ ടോണാന്ന് വെച്ചാൽ ഈവൻ സ്കിൻ ടോൺ ആക്കാനൊക്കെ ഇത് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഫേസ് പാക്കിൻ്റെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ടാണ് എന്താണെന്ന് വെച്ചാൽ സൺസ്ക്രീൻ. സൺസ്ക്രീൻ എല്ലാവരും പറയും മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഐറ്റം ആണെന്ന്. അതേ, മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഐറ്റമാണ്. നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്ത് ഒരു 2 മാസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഫേസിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും കേട്ടോ. അതുപോലെയുള്ള ചേഞ്ചസാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ടൈമിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ യൂസ് ചെയ്യണം. അതുപോലെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് സൺസ്ക്രീൻ. നിങ്ങളത് വിട്ട് കളയരുത് കേട്ടോ. എൻ്റെ ഒരു ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ പറയാം കേട്ടോ. ഞാൻ ഡോട്ട് ആൻഡ് ഗീൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഡ്രൈ സ്കിന്നുകാർക്കാണ് പറയുന്നത്. പക്ഷേ ഞാൻ കോമ്പിനേഷൻ സ്കിന്നുകാരൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, ഓയിലി സ്കിന്നുകാരൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കത് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് അപ്പോഴും ഓക്കെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് അങ്ങനെ യൂസ് ചെയ്യണവർക്കാണെന്ന് വെച്ചാൽ അങ്ങനെ യൂസ് ചെയ്യുക. റിസൾട്ട് ഏത് സൺസ്ക്രീൻ ആണോ നിങ്ങളുടെ ഫേസിന് തരുന്നത് ആ സൺസ്ക്രീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കൂടുതലും ഡ്രൈ സ്കിന്ന് മോയ്സ്ചറൈസർ സെറേവൻ്റെ എനിക്ക് റിസൾട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഏതാ സൺസ്ക്രീൻ ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഡോട്ട് ആൻഡ് ഗീൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. വാട്ടർമെലൺ അങ്ങനെ. പിന്നെ ന്യൂട്രോജീനയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് എപ്പോഴും ഒരു എന്താ പറയുക ക്ലിയർ സ്കിൻ ആക്കാനും ആ ടാനൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനൊക്കെ അത് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ടാനൊന്നും വരാതിരിക്കാനാണ് നമ്മൾ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഫേസിലും കയ്യിലും യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ബോഡി ലോഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡി ലോഷൻ പറയുന്ന സംഭവമില്ലേ, നമ്മുടെ SPF ഉള്ളത് നമ്മുടെ കയ്യിലും കാലിലൊക്കെ പുറത്ത് പോകുന്ന ടൈമിൽ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ സി സെറം ആൻഡ് ഫേസ് വാഷ് കേട്ടോ. നമ്മൾ സൺസ്ക്രീനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഈ സെറം നമ്മൾ ചൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് സ്കിൻ ട്രാൻസ്ഫോം ചെയ്യണം. നമ്മുടെ ഫേസിലുള്ള ആ ഒരു എന്താ പറയുക അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറ്റണം. ചെറിയ പിമ്പിൾസ് വന്ന മാർക്സും പിന്നെ ചെറിയ മാർക്സൊക്കെ മാറുള്ളൂ കേട്ടോ. പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു വൈറ്റമിൻ സി സെറം അടിപൊളിയായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ജേർണിയിൽ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ വൈറ്റമിൻ സി സെറം ആഡ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഫേസ് ഒന്ന് ക്ലിയർ ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫേസ് വാഷും നിങ്ങൾ ചൂസ് ചെയ്യണം. അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ഏതാണോ നിങ്ങളുടെ സ്കിൻ ടൈപ്പ്, സെൻസിറ്റീവ് സ്കിന്നാണ് ഇല്ലെങ്കിൽ ഡ്രൈ സ്കിന്നാണോ കോമ്പിനേഷൻ സ്കിന്നാണ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള ഫേസ് വാഷും അതും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫേസ് വാഷും പിന്നെ വൈറ്റമിൻ സി സെറവും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ ആഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. അതെന്തായാലും നിങ്ങളുടെ സ്കിന്നൊന്ന് ചേഞ്ച് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അത് ഞാൻ ഈ സെറംസും കാര്യങ്ങളും ഏതൊക്കെയാണ് ബ്രാൻഡ്സ് അതൊന്നും പറയുന്നില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ഏതാണോ കറക്റ്റായിട്ടുള്ളത് അത് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ 4th സ്റ്റെപ്പിലോട്ട് ചാടിയിരിക്കുകയാണ്. 4th സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ സി റിച്ച് ഫുഡ്സ്. നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം, ഫേസിൽ സെറം അപ്ലൈ ചെയ്യണം, ഫേസ് വാഷ് ചെയ്യണം, ഫേസ് പാക്ക് ഒക്കെ ഇടണം. പക്ഷെ ഇതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടണ്ടേ? ഇതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വൈറ്റമിൻ സി റിച്ച് ഫുഡ്സ് എന്തായാലും കഴിച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഓറഞ്ച് ഉണ്ടല്ലോ, ടൊമാറ്റോസ് ഉണ്ട്, പപ്പായ ഉണ്ട്. പിന്നെ നമ്മൾക്ക് ഫുഡിലൂടെ ഇപ്പോൾ ചോറ് കഴിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ സ്പിനച്ച്, നമ്മുടെ ചീരയില്ല സ്പിനാച്ച്, അത് ആഡ് ചെയ്യുക, ബ്രൊക്കോളി ആഡ് ചെയ്യുക. അതിലൊക്കെ വൈറ്റമിൻ സി റിച്ച് ഫുഡ്സാണ് ഈ ഞാൻ പറഞ്ഞു തരുന്ന ഐറ്റംസ് ഒക്കെ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഗ്ലൂട്ടോതയോൺ വേണമെങ്കിൽ ഞാനൊരു ഐഡിയ പറയട്ടെ. ഗ്ലൂട്ടോതയോൺ നമുക്ക് കഴിക്കാം, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്ലൂട്ടോതയോൺ ഐസ് ക്യൂബാണ് കേട്ടോ. അതിൽ എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു തരാം. അപ്പോൾ അത് കുടിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് എന്തായാലും കിട്ടും കേട്ടോ. ഒരു 2 വീക്സ് അത് കറക്റ്റായിട്ട് കുടിച്ചാൽ മതി, എന്തായാലും റിസൾട്ട് കാണും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബീട്രൂട്ട്, ജിഞ്ചർ എടുക്കുക, നമ്മുടെ നെല്ലിക്ക എടുക്കുക, നമ്മുടെ ആംലി ഉണ്ടല്ലോ അതെടുക്കുക,
ക്യാരറ്റ് എടുക്കുക, ആപ്പിൾ എടുക്കുക, എന്നിട്ട് അതൊക്കെ കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് അത് അരിച്ചെടുക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ അത് ഐസ് ട്രേസിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് രാവിലെ എണീക്കുന്ന ടൈമിൽ നമുക്ക് എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കാം കേട്ടോ. എടുക്കുന്ന ടൈമിൽ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ആ ഒരു ഐസ് ക്യൂബ്, ഒരൊറ്റ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് കുടിച്ചാൽ മതി. സ്കിൻ അടിപൊളിയായിട്ട് ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ ഇത് അടിപൊളിയായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ വൈറ്റമിൻ സി റിച്ച് ഫുഡ്സ് തന്നെ കഴിക്കണം. നമ്മുടെ സ്കിന്നൊന്ന് എന്താ പറയുക, ഒന്ന് ഗ്ലോ ആവാനും ഒന്ന് ഹൈഡ്രേറ്റ് ആയി ഇരിക്കാനെന്ന് വെച്ചാൽ ഇത് അടിപൊളിയായിട്ട് കഴിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഹൈഡ്രേറ്റ് ആയിരിക്കണം. ഹൈഡ്രേറ്റ് ആയി ഇരിക്കുക എന്ന് വെച്ചാൽ വെള്ളം മാത്രമല്ല കുടിക്കേണ്ടത്, വാട്ടറി റിച്ച് ഫുഡ്സും കൂടെ നമുക്ക് ആഡ് ചെയ്യണം കേട്ടോ. അത് പറയുമ്പോൾ നമ്മുടെ കുക്കുംബർ നമുക്ക് കഴിക്കാം. പിന്നെ ഏതൊക്കെയാണ് വാട്ടറി റിച്ച് ഫുഡ്സ്? കുക്കുംബർ, വാട്ടർ മെലൺ. അപ്പോൾ അതൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ നോക്കുക. ഒന്നാമത് ഇപ്പം ചൂടുകാലമാണ്, നന്നായിട്ട് വെള്ളം കുടിക്കുക, ചിയാ സീഡ് വാട്ടറൊക്കെ ആഡ് ചെയ്യുക. അടിപൊളിയായിട്ട് സ്കിന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് പറഞ്ഞ 3 സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ രാജാവാണ് ഈ വൈറ്റമിൻ സി റിച്ച് ഫുഡ് കേട്ടോ. ഇതൊക്കെ ഒന്ന് നമ്മുടെ ഡയറ്റ് കറക്റ്റായാൽ നമ്മൾ ഇടുന്ന സൺസ്ക്രീനും നമ്മൾ ഇടുന്ന സെറവും പിന്നെ നമ്മൾ ഇടുന്ന ഫേസ് പാക്കും എല്ലാം എന്താവുമെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ റിസൾട്ടൊക്കെ കാണിക്കാൻ തുടങ്ങും. നമ്മുടെ സ്കിന്നൊന്ന് അടിപൊളിയായിട്ട് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ വൈറ്റമിൻ സി റിച്ച് ഫുഡ്സൊക്കെ കഴിക്കാൻ ട്രൈ ചെയ്യുക എന്നല്ല, സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം എന്നുണ്ടെന്ന് വെച്ചാൽ എന്തായാലും കഴിക്കണം കേട്ടോ. അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് ചാടിയിരിക്കുകയാണ് നമ്മൾ. 6th സ്റ്റെപ്പ് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അവോയ്ഡ് ടു മച്ച് സ്ട്രെസ്. നമുക്ക് കുറേ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇതൊന്നും ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾക്ക് ഏൽക്കില്ല, നമുക്കത് വർക്ക് ആവില്ല, നമുക്കൊരു മൂഡും ഉണ്ടാവില്ല, ഇത് ചെയ്യണമെന്നേ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്തേ പറ്റൂ എന്നുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങണതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു 8 മണിക്കൂറെങ്കിലും കറക്റ്റ് നമ്മളൊരു ഉറക്കം കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഈ ഡാർക്ക് സർക്കിൾസും സ്കിന്നിലെ പ്രശ്നവും പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. നമ്മൾക്ക് സ്ട്രെസ് ആവും, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷെ ആ ഒരുപാട് സ്ട്രെസ്സായിട്ട് അതന്നെ ഭയങ്കര എന്നും ആ ടെൻഷൻ ഇങ്ങനെ മനസ്സിൽ വെച്ച് ഇങ്ങനെ ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് അങ്ങനെ വേസ്റ്റ് ആക്കാൻ നിൽക്കരുത്. അത് വേസ്റ്റ് ആക്കാൻ നിൽക്കുന്ന ടൈമിൽ നിങ്ങളുടെ സ്കിന്ന് മാത്രമല്ല ഈ ഒരു മുടി ഉണ്ടല്ലോ അതും പോവും. കാരണം അതിൻ്റെ എക്സാക്റ്റ് എക്സാമ്പിളാണ് ഞാൻ കേട്ടോ. ഞാൻ ഇപ്പോൾ എൻ്റെ മുടി വളർത്തിയെടുത്തതാണ്, എൻ്റെ സ്കിന്ന് ഞാൻ ഇപ്പോൾ മാറ്റിയെടുത്തതാണ്. ഓവർ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഡിപ്രഷനൊക്കെ അടിച്ചിരുന്ന എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, വെയിറ്റ് ലോസ് ആവും, സ്കിന്ന് ഭയങ്കര വേസ്റ്റ് ആവാൻ തുടങ്ങും, കണ്ണൊക്കെ ഉള്ളിൽ പോയിട്ട് ഒരു മാതിരി ആവാമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ അനുഭവിച്ചതാണ്. അത് നിങ്ങളും അനുഭവിക്കേണ്ട, അത്രയും വേസ്റ്റ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകണ്ട എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്ട്രെസ്സ് വരും, നമ്മൾ ഓക്കെ എന്ന് ഒരുപാട് സ്ട്രെസ് ആവാതിരിക്കുക. കുറച്ച് സ്ട്രെസ്സായാൽ മതി. കൂടുതൽ ഹാപ്പി ആക്കണ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഭയങ്കര സ്ട്രെസ്സാണെന്ന് വെച്ചാൽ ഒരു കോഫി കുടിച്ച്, എനിക്കങ്ങനെയാണ് കേട്ടോ, കോഫി കുടിക്കുക, ക്യാൻഡി ക്രഷ് കളിക്കുക, അങ്ങനെ സ്ട്രെസ് ഇതാവാൻ ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കും, ചിലപ്പോൾ ബുക്ക് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ല, സ്ട്രെസ്സൊക്കെ അങ്ങോട്ട് മാറി വരികയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാറി വരുന്ന ടൈമിൽ എനിക്ക് മനസ്സിലായി സ്കിന്നും മാറുന്നുണ്ട്, ഹെയറും മാറുന്നുണ്ട്. ഞാൻ ഹാപ്പി ആവുന്ന ടൈമിൽ അവരും ഹാപ്പിയാണ്, നമ്മുടെ ഹെയറും ഹാപ്പിയാണ്, നമ്മുടെ സ്കിന്നും ഹാപ്പിയാണ്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ എന്തായാലും മാറും കേട്ടോ. അപ്പോൾ എന്താ, ടാറ്റാ ബൈ ബൈ, എല്ലാവരും സേഫായിരിക്കുക. പിന്നെ പറയണ്ടല്ലോ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ, ലവ് യു.